അങ്ങനെ അങ്ങ് നവീനെ വില്ലനാക്കാനായിട്ട് പറ്റുമോ? പത്തനംതിട്ട സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. അനിയും നന്ദുവും തമ്മിൽ അഗാധമായൊരു പ്രണയത്തിലാണ് എന്നറിഞ്ഞ ആ ഒരു നിമിഷം നവീന് ഹൃദയം പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കേട്ടോ അവൻ കടന്നു പോയത്. കാരണം അവൻ്റെ വിചാരം അനിക്ക് നന്ദുവിനെ അങ്ങോട്ട് മാത്രമാണ് ഇഷ്ടം, നന്ദു ഒരിക്കലും അനിയെപ്പോലുള്ള ഒരു വ്യക്തിയെ സ്നേഹിക്കത്തില്ല എന്നൊക്കെയാണ് കരുതി. ഇത്രയും നാളും തൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളായിരുന്നു. എന്നാൽ ആ പെൺകുട്ടി നന്ദു ആണെന്നുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ അവൻ്റെ മനസ്സിൽ ഉള്ള പെൺകുട്ടി നന്ദുവാണെന്ന് എല്ലാവരും അറിയിച്ചു വന്നപ്പോഴത്തേക്കും അനിയും നന്ദുവും തമ്മിൽ പരസ്പരം ഇഷ്ടമാണെന്നുള്ള കാര്യമാണ് നമ്മുടെ നവീൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ആ മനസ്സിലാക്കുന്ന സമയത്ത് അവരെ ഒന്നിപ്പിക്കാനായിട്ട് നോക്കേണ്ട നവീൻ കൊടും ക്രൂരതയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അനിയോട് നന്ദുവിനെ പറ്റി മോശമായിട്ട് പറയുക, അതുപോലെ തന്നെ നന്ദുവിനോട് ചെന്ന് അനിയെപ്പറ്റി മോശമായിട്ട് സംസാരിക്കുക, ഇവരെ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റിക്കണം, അത് മാത്രമായിരുന്നു നമ്മുടെ നവീൻ്റെ ഉദ്ദേശം. എന്നാൽ സത്യത്തിൽ നവീൻ അവർ തമ്മിൽ എത്രത്തോളം അഗാധമായി പ്രണയിക്കുന്നുണ്ടോ എന്നൊരു ചെക്ക് ചെയ്യൽ മാത്രമായിരുന്നു നവീൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് വരെ നമ്മുടെ നവീനോടൊരു ദേഷ്യമായിരുന്നു അല്ലേ. പക്ഷെ അതൊന്നുമല്ല, ഈ കഥയിലെ ഒരു നായകനും തന്നെയായിരുന്നു നമ്മുടെ നവീൻ. അതെ, ഈ സീരിയലിലെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റായിട്ടുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നവീനാണെങ്കിൽ കനകയെ കയ്യിലെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, നന്ദുവിനെ എനിക്ക് കെട്ടിച്ച് തരണം, നന്ദുവിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, ഇത്രയും നാൾ ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ല എൻ്റെ പെൺകുട്ടി, എൻ്റെ മനസ്സിലെ പെൺകുട്ടി നന്ദു ആണെന്നുള്ള കാര്യം. കനകയാണെങ്കിൽ കണ്ണും പൂട്ടി, കാരണം പേര് കേട്ട ഒരു വക്കീലാണല്ലോ നവീൻ. അതുകൊണ്ട് കനകയാണെങ്കിൽ മുത്തശ്ശനെ കൂട്ടി അടുത്ത ആഴ്ച ഇങ്ങ് പോര് എന്നൊക്കെ പറഞ്ഞ് വിടുകയാണ് കേട്ടോ. നവീൻ്റെ മനസ്സിലെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നന്ദുവായിട്ടുള്ള കല്യാണം ഒന്ന് ഉറപ്പിച്ച് കിട്ടണം. അതായത് അവരൊന്ന് സമ്മതം മൂളണം. അങ്ങനെ സമ്മതം മൂളിക്കഴിഞ്ഞിട്ട് താൻ തന്നെ പിടിച്ച് അനിയുടെ കയ്യിലോട്ട് നന്ദുവിനെ ഏൽപ്പിക്കണം. അങ്ങനെ ഒരു ഉദ്ദേശം മാത്രമായിരുന്നു കേട്ടോ നമ്മുടെ നവീനുണ്ടായിരുന്നത്. എന്നാൽ കാണുന്ന നമുക്ക് പലർക്കും അവനോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നി അല്ലേ. പക്ഷെ അങ്ങനെ ഒന്നും അല്ല കേട്ടോ, ആ ഒരു ട്വിസ്റ്റാണ് ഈ കഥയിൽ. അങ്ങനെ നമ്മുടെ അനിയാണെങ്കിൽ നവീൻ എന്താ ഇങ്ങനെ അങ്ങനെ ഇവൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്നൊക്കെ നമ്മുടെ നന്ദുവിനോട് പറയാൻ കേട്ടോ. അപ്പം നന്ദു അത് തന്നെ പറയാണ്, നവീനേട്ടനെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്, നവീനേട്ടൻ ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവും നല്ലൊരു വക്കീലായിട്ട് കൂടി ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് നവീനേട്ടന് കഴിയുമെന്നൊക്കെ നന്ദുവും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഈ ഒരു കാര്യം തൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാനിങ് ആണെന്നുള്ള കാര്യം ആരോടും നമ്മുടെ നവീൻ തുറന്നു പറയുന്നില്ല. അങ്ങനെ നവീൻ തീരുമാനിക്കുകയാണ് എത്രയും പെട്ടെന്ന് എൻ്റെയും നന്ദുവിൻ്റെയും വിവാഹം നടത്താനായിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്യണം. വീട്ടിൽ ചെന്ന് സംസാരിച്ച് കനകനെയും ഗോവിന്ദനെയൊക്കെ കയ്യിലെടുക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ച് ആ ഒരു പ്ലാനിങ് സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. എന്നാൽ ഈ ഒരു കാര്യം തൻ്റെ മുത്തശ്ശനോട് നമ്മുടെ നവീൻ അറിയിക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, മുത്തശ്ശന് നവീൻ എന്ന് പറഞ്ഞ ജീവൻ്റെ ജീവനാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും മുത്തശ്ശനോട് അവൻ ഷെയർ ചെയ്യുന്നതാണ്, കേസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും. അതുപോലെ തന്നെ ജീവിതത്തിൽ അവൻ്റെ സത്യം പറഞ്ഞാൽ തൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടെന്നുള്ളൊരു കാര്യം പോലും മുത്തശ്ശനോടാണ് അവൻ ആദ്യം തുറന്ന് പറയുന്നത്, പെൺകുട്ടി ആരാണെന്ന് പറഞ്ഞില്ലെങ്കിലും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം മുത്തശ്ശനോട് പറയണമെന്ന് തന്നെ നമ്മുടെ നവീൻ ഉണ്ടായിരുന്നു. അങ്ങനെ നവീൻ അത് പറയാണ്, എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ഞാൻ മാറ്റി വെക്കുകയാണ് മുത്തശ്ശ, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ മറ്റൊരാൾ സ്നേഹിക്കുന്നുണ്ട്, അവർക്കും അതുപോലെ അങ്ങോട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കരടായിട്ട് നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന് മുത്തശ്ശനോട് അവൻ പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ നവീനെ ആശ്വസിപ്പിക്കുകയാണ്, നവീൻ മോനെ, എന്തായാലും നീ ഇപ്പോൾ ചെയ്യുന്ന തീരുമാനം നല്ല തീരുമാനം തന്നെയാണ്, നീ അവർക്കിടയിൽ ഒരു കരടായിട്ട് നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മോൻ്റെ ഈ തീരുമാനത്തോടെ ഞാൻ യോജിക്കുന്നു. എന്നാലും ഇത് ലാസ്റ്റ് വർക്കാവുമോ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണ് കേട്ടോ. വർക്കായില്ലെങ്കിൽ ഞാൻ വർക്കാക്കും എന്ന് നവീൻ മുത്തശ്ശനോട് പറയുകയാണ്. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ നവീനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് ഇവിടെ പോവുകയാണ് കേട്ടോ. അവിടെ കനകയും ഗോവിന്ദനും വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ള, അതായത് നവീനും നന്ദുവും തമ്മിലുള്ള ജാതകം അവിടെ മുത്തശ്ശൻ അവിടെ നോക്കിക്കാനായിട്ട് അവിടെ തിരുമേനിയെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു ജ്യോത്സ്യനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ജ്യോത്സ്യനോട് ഇങ്ങനെ പറയാൻ കേട്ടോ. സത്യത്തിൽ അവിടെ നോക്കുന്നത് നമ്മുടെ അനിയും നന്ദുവിൻ്റെയും ജാതകമാണ് സത്യത്തിൽ നവീൻ അവിടെ കൊടുക്കുന്നത്. അങ്ങനെ ജ്യോത്സ്യൻ ഈ ഒരു ജാതകം, ഇവരുടെ രണ്ടുപേരുടെയും ജാതകം കൊടുത്തിട്ട് പറയുകയാണ്. അപ്പോൾ ജ്യോത്സ്യൻ പറയുകയാണ്, ഇത് നല്ല പൊരുത്തമുള്ള ഒരു ജാതകമാണ് രണ്ടും, ഉടനെ തന്നെ ഇവരുടെ വിവാഹം നടത്തണം. ഇങ്ങനെ ഇത്രയും പൊരുത്തമുള്ള ഒരു ജാതകങ്ങളെ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ലെന്നൊക്കെ ഇങ്ങനെ ജ്യോത്സ്യൻ പറയുകയാണ്. എന്നാൽ നവീൻ കൊടുത്തത് നവീൻ്റെ ജാതകമല്ല, അനിയുടെ ജാതകമാണ് കേട്ടോ. അങ്ങനെ അത് ജ്യോത്സ്യൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കനകയാണെങ്കിൽ ആഹാ
അത് കൊള്ളാമല്ലോ. ഇത്രയും നാളും ജോത്സ്യനെ കണ്ട് നോക്കുമ്പോഴത്തേക്കും ഇതുവരെ ജോത്സ്യൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ സ്നേഹിച്ച ആളെ തന്നെ നന്ദമോൾ വിവാഹം കഴിക്കത്തുള്ളൂ എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും എന്തോ കനകയ്ക്ക് എന്തോ ഒരു പെട്ടെന്നൊരു വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ അവൾ ഉറപ്പിച്ചു എന്തായാലും ഈ വിവാഹം നടത്തി അവൾ ചെയ്യത്തുള്ളൂ എന്നങ്ങനെ തീരുമാനിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നവീനോട് പറയണം, മോനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വിവാഹം നടത്തണം, മോൻ്റെ അമ്മ ഓക്കെ അല്ലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അമ്മയുടെ കാര്യമൊന്നും ഓർത്ത് കനകാൻ്റെ വിഷമിക്കേണ്ടെന്ന് ഇങ്ങനെ ഉറപ്പ് കൊടുക്കുകയാണ്. നന്ദുവാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അയ്യോ എൻ്റെ നവീനേട്ടൻ്റെ വിവാഹ കാര്യമൊക്കെ ഇങ്ങനെ ഉറപ്പിക്കാനായിട്ട് പോവുകയാണ്, ജാതകം വരെ കൊണ്ട് നോക്കിക്കാൻ പോവുകയാണ്, അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്. അനിയോടൊപ്പം നന്ദു പറയുന്നുണ്ട്, ഇല്ല അനി ഞാൻ ഒരിക്കലും അതിന് സമ്മതിച്ച് കൊടുക്കത്തൊന്നുമില്ല. അച്ഛനോട് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞു, എന്നാൽ അച്ഛനെ വലിച്ചുകൊണ്ട് അമ്മ പോയതാണ്, അച്ഛൻ നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ എനിക്ക് നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ അമ്മയായിട്ടൊരു വഴക്ക് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അച്ഛൻ ഇങ്ങനെ കൂടെ നിൽക്കുന്നത് അനിയെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ നിന്ന്, അതായത് ജോത്സ്യനെ കണ്ട് അവർ ഇറങ്ങുന്ന ആ ഒരു സമയത്ത് എത്രയും അടുത്ത് തന്നെ അതായത് നിശ്ചയമായിട്ടൊന്നും നടത്തണ്ട, നിശ്ചയത്തിനൊന്നും നമ്മുടെ നന്ദുമോൾ അങ്ങനെ സമ്മതിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഗോവിന്ദേട്ട. അതുകൊണ്ട് നിശ്ചയം വേണ്ട, നമുക്ക് നേരെ കല്യാണത്തിലോട്ട് തന്നെ കടക്കാം. അവിടെ അനിയുടെയും അവൻ്റെയും കല്യാണം അങ്ങനെയാണല്ലോ മുത്തശ്ശൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു, എൻ്റെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ട്, അനിയുടെയും അവൻ്റെയും വിവാഹത്തിൻ്റെ ആ ഒരു ടൈമിലുള്ള മുഹൂർത്തം തന്നെ നമുക്ക് നവീൻ്റെയും നന്ദുവിൻ്റെയും കല്യാണം നടത്തിയാലോ എന്നിങ്ങനെ ഗോവിന്ദനോട് കനക പറയുന്നുണ്ട്.